ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ ബി.ജെ.പിക്കെതിരെ ആർ.എസ്.എസ് മാഗസിൻ ഓർഗനൈസറിലും വിമർശനം. തിരഞ്ഞെടുപ്പ് ഫലം ബി.ജെ.പിയുടെ ആത്മവിശ്വാസമുള്ള റിയാലിറ്റി ചെക്ക് എന്ന ഓർഗനൈസറിൽ ലേഖനത്തിൽ പറയുന്നു. തിരഞ്ഞെടുപ്പ് വേളയിൽ സഹായങ്ങൾക്കായി ആർ.എസ്.എസിനെ സമീപിച്ചില്ല. ഇത് തിരിച്ചടിക്ക് കാരണമായി. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അർജുൻ, ഒരു ചെറിയൊരു വിമർശനമല്ലല്ലോ. ആർ.എസ്.എസിൻ്റെ പ്രസിദ്ധീകരണമായ ഓർഗനൈസറിൽ റിയാലിറ്റി ചെക്കിനുള്ള അവസരമായി ഇത് മാറിയിരിക്കുന്നു ബി.ജെ.പിക്ക്. മാത്രമല്ല, ഞങ്ങളുടെ സഹായമൊന്നും തേടിയില്ല എന്ന് പറയുമ്പോൾ അത് വലിയ വിമർശനമാണല്ലോ. പേരെടുത്ത് വിമർശിക്കുന്നുണ്ടോ? സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇതടക്കം ഈ ലേഖനത്തിൽ പറയുന്നത്? യഥേഷ പേരെടുത്ത് വിമർശനമില്ല. പക്ഷേ ആകെത്തുകയിൽ നേതാക്കളെയും അതുപോലെ തന്നെ കാര്യകർത്താക്കളെയും പ്രവർത്തകരെയും ഒന്നടങ്കം വിമർശിച്ചുകൊണ്ടാണ് ഈ ഒരു മുഖപത്രത്തിലെ ആ ഒരു ലേഖനമുള്ളത്. മുതിർന്ന RSS പ്രവർത്തകനും അവരുടെ തന്നെ വക്താവുമായിട്ടുള്ള രത്തൻ ശർദ്ധയാണ് ഈ ഒരു ലേഖനം എന്തായാലും ഓർഗനൈസറിൽ എഴുതിയത്. അതിൻ്റെ ലീഡ് എന്ന് പറയുന്നത് തന്നെ ബി ജെ പി ഒരു സ്വയം തിരുത്തൽ നടപടിയിലേക്ക് കടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ഈ ഒരു ലേഖനത്തിൻ്റെ ലീഡ് തന്നെ പറയുന്നത്. മാത്രമല്ല, മോദി ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഈ 400 സീറ്റ് എന്നുള്ള കാര്യം, അത് ഒരു ലക്ഷ്യമെന്ന് വെച്ച് പ്രവർത്തിച്ച് അതൊരു ഫലം ഉണ്ടാക്കാൻ എന്തായാലും പ്രവർത്തകരെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ള കാര്യമാണ്. ഗ്രൗണ്ട് റിയാലിറ്റി എന്തെന്ന് മനസ്സിലാക്കാൻ BJP പ്രവർത്തകരും നേതാക്കളും പരാജയപ്പെട്ടു പോയി എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട് ആ ലേഖനത്തിൽ. എന്തായാലും ഗ്രൗണ്ടിലിറങ്ങി ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം സമൂഹ മാധ്യമങ്ങളിൽ സെൽഫി എടുത്തുകൊണ്ടും പോസ്റ്റ് ചെയ്തുകൊണ്ടും മാത്രം കാര്യമില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. മാത്രമല്ല, BJPക്ക് അകത്ത് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു സെൽഫ് ബബിളിൽ അവർ പല കാര്യങ്ങളും ചിന്തിച്ചു വെച്ചു. പക്ഷേ ഗ്രൗണ്ടിലുള്ള റിയാലിറ്റി അതായിരുന്നില്ല. അതിൻ്റെ കൂടി പ്രതിഫലനം അത് BJP തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറയുന്നത് അതിന്റെ തിരിച്ചറിവ്. RSS വേണ്ട തരത്തിൽ സഹകരിച്ചില്ല. RSSന്റെ സഹായം അവർ തേടിയുമില്ല. ഈ കാര്യങ്ങൾ നേരത്തെ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ നോക്കൂ, RSSന്റെ പേര് പറയുന്നുണ്ടായിരുന്നില്ല, BJP എന്ന പേരും കാര്യമായി പറയുന്നുണ്ടായിരുന്നില്ല. മോദിയുടെ ഗ്യാരണ്ടി എന്ന പേര് മാത്രമാണല്ലോ ഈ പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ചുകൂടി വിമർശനമുണ്ടോ? കാരണം ഞങ്ങളുടെ സഹായം തിരഞ്ഞെടുപ്പ് കാലത്ത് തേടിയില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഈ മാഗസിനിൽ, ഈ മാസികയിൽ, ഈ ലേഖനത്തിൽ പറയുമ്പോൾ RSSന്റെ അതൃപ്തി കൂടി അതിൽ പ്രകടമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും മോദി എന്നുള്ള പേര് എടുത്തു പറയുന്നുണ്ട്. പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലേഖനത്തിൽ വിമർശനമുള്ളത്. മോദി അല്ലെങ്കിൽ മോദിയുടെ ഓറ, ആ ഒരു കാര്യത്തിൽ പല നേതാക്കളും പല കാര്യകർത്താക്കളും ഒരുപാട് സ്വപ്നങ്ങളെല്ലാം കണ്ടു. പക്ഷേ അതെല്ലാം ഒരു തിരിച്ചടിയേറ്റ രീതിയിലേക്ക് പോയിരിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോദി എന്ന ഏക വ്യക്തി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രചാരണ തന്ത്രം പൂർണ്ണമായിട്ടും പാളിപ്പോയിരിക്കുന്നു എന്നുള്ള കാര്യം എന്തായാലും ഈ RSS ലേഖനത്തിൽ കൃത്യമായിട്ടും പറഞ്ഞ് അത് വിമർശിച്ചു കൂടി പോവുകയാണ്.